നിങ്ങളൊരു പി എഫ് അക്കൗണ്ട് ഉടമയാണോ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പി എഫ് പണം പിൻവലിക്കാനോ ബാലൻസ് നോക്കാനോ ഒക്കെ ഏറ്റവും പ്രധാനമായി വേണ്ട ഒന്നാണ് യു എ എൻ നമ്പർ. അപ്പോൾ എന്താണ് ഈ യു എ എൻ അഥവാ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ എന്നുള്ളത്? എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അഥവാ EPFO ഓരോ തൊഴിലാളിക്കും നൽകുന്ന 12 അക്കങ്ങളുള്ള ഒരു സ്ഥിരമായ ഐഡന്റിഫിക്കേഷൻ നമ്പറാണ് യു എ എൻ നമ്പർ. ഒരു വ്യക്തി ജോലി മാറുമ്പോഴും അയാളുടെ പി എഫ് അക്കൗണ്ടുകൾ എല്ലാം ഒരൊറ്റ നമ്പറിന് കീഴിൽ കൊണ്ടുവരാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ എന്താണ് യു എ എൻ നമ്പർ, അതുപോലെ എന്താണ് ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്നുള്ളത് മനസ്സിലായി. പല ആളുകൾക്കും അവരുടെ യു എ എൻ നമ്പർ അറിയുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും എഴുതി വെച്ചത് മറന്നു പോയിട്ടുണ്ടാകും. നിങ്ങളുടെ മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ച് വെറും 2 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ യു എ എൻ നമ്പർ എങ്ങനെ ഓൺലൈനായി കണ്ടെത്താമെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒറ്റ പ്രാവശ്യം പോലും ഓഫീസുകൾ കയറിയിറങ്ങാതെ സ്മാർട്ടായി ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ യു എൻ നമ്പർ കണ്ടെത്തുന്നതിന് വേണ്ടി ആദ്യം നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ മെമ്പർ ഹോം എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന റിസൾട്ടിൽ നിന്ന് ഒന്നാമത്തെ റിസൾട്ട് മെമ്പർ ഹോം എന്നുള്ളത് കാണാം. അതിലൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ലോഗിൻ ചെയ്യാനുള്ള ഈ ഒരു പേജിലോട്ടായിരിക്കും നമ്മൾ വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ താഴെയായിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. ആക്ടിവേറ്റ് യു എൻ, ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, നോ യുവർ യു എൻ എന്നുള്ളൊരു ഓപ്ഷൻസ് ഒക്കെ കാണാം. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ യു എൻ നമ്പർ കണ്ടെത്തുന്നതിന് വേണ്ടി നോ യുവർ യു എൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ താഴെയുള്ള ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി എന്നുള്ളതാണ്. അവിടെ ഒന്നാമതായിട്ട് എൻ്റർ ചെയ്ത് നൽകേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പറാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ പി എഫിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് താഴെ വരുന്നത് സെലക്ട് ഐ ഡി പ്രൂഫ് ടൈപ്പ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള ഓപ്ഷനിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ആധാർ കാർഡ്, മെമ്പർ ID, പാൻ കാർഡ് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ആധാർ കാർഡാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ആധാർ കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. തുടർന്ന് വരുന്ന ഭാഗത്ത് ഐ ഡി പ്രൂഫ് നമ്പർ എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ ആധാർ നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. ഞാനിവിടെ ആധാർ കാർഡാണ് പ്രൂഫ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തുടർന്ന് താഴെ ഒരു കോഡ് തന്നിട്ടുണ്ട്. അതിന് താഴെ ക്യാപ്ച എന്നുള്ള ആ ഒരു കോളത്തിൽ ഒന്ന് എൻ്റർ ചെയ്ത് നൽകുക. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ താഴെയുള്ള സെൻഡ് OTP ആൻഡ് വെരിഫൈ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP വരുന്നതായിരിക്കും. എൻ്റെ ഒരു OTP എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു SMS OTP കോഡ് ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് താഴെയുള്ള വെരിഫൈ OTP എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. യു എൻ റിട്രീവ്ഡ് സക്സസ്ഫുള്ളി. തുടർന്ന് താഴെ യുവർ യു എൻ എന്നതിന് താഴെയായിട്ട് നമുക്ക് നമ്മുടെ യു എൻ നമ്പർ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് യു എൻ നമ്പർ ഓൺലൈനായി കണ്ടുപിടിക്കുക എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും